നിങ്ങൾക്കെല്ലാവർക്കും ഇടുക്കിക്കാരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ബനാന ലഡുവാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇതേ വലുപ്പത്തിലുള്ള രണ്ടെണ്ണം ഞാൻ ഇതിനകത്ത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇതുപോലെ കറുത്ത പഴം നോക്കി വേണം നമ്മൾ എടുക്കാൻ, എന്നെങ്കിലാണ് ലഡു ഉണ്ടാക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലഡുവാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ച് ചേർത്തിട്ട് വരാം. ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് കശുവണ്ടി വേണം. ഇത് രണ്ടും കൂടി ഏകദേശം 50 ഗ്രാം കശുവണ്ടിയാണുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കശുവണ്ടി മുറിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ആ ലഡുവിൻ്റെ ഉരുളകൾക്ക് അകത്ത് ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. കുറച്ച് ഞാൻ മുറിക്കാതെയും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണക്കമുന്തിരിയാണ് വേണ്ടത്. ഈ ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കശുവണ്ടിയും നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരണ്ടിയതാണ്. ഇത് 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതാണ്. അതുപോലെ തന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഉണ്ട്. പിന്നെ ഇത് ഇത്രയും ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഇതെല്ലാം നമ്മൾ നെയ്യിൽ ഏകദേശം 3 ടീസ്പൂൺ നെയ്യിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ചൂടായ കടായിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ മുറിക്കാതെ വെച്ചിരുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കുവാണ്. ഇത് ബ്രൗൺ നിറമാകുന്നിടം വരെ നമുക്ക് ഇളക്കി വറുത്തെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതും ലൈറ്റായിട്ടൊന്ന് കളർ മാറുന്നിടം വരെ നമുക്ക് ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തീ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ പുറത്തെ കളർ മാത്രം മാറും, അകമൊട്ടും ഫ്രൈ ആകാതെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ പച്ചച്ചവ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുമായിട്ടുണ്ട്. നമുക്കിതും കോരിയെടുക്കാം. ഇനി ഞാൻ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. മുന്തിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് 6 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. തേങ്ങയിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇത് ഞാനിതിൽ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ ലഡുവിന് നല്ലൊരു രുചി ഉണ്ടായിരിക്കും. ഇനി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഇതും 6 ടേബിൾ സ്പൂൺ തന്നെയാണ്. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് തേങ്ങയോട് ചേർന്ന് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് പൊടിച്ച് വെച്ചിരുന്ന ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇതുപോലെ ഒരു സ്പൂണിന് 1/4 സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന 3 പഴം ഇതിലോട്ട് ചേർക്കുവാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ പഴമെല്ലാം നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴം പതുക്കെ ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ പഴം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇത് കൂടുതൽ ചേർക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഈ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് അവരെ കഴിപ്പിക്കാവുന്നതാണ്. കുറച്ചുകൂടി
കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയും നെയ്യും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് ഈ മിക്സ്. ഇനി നമുക്ക് ഇത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഈ മിക്സ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുറിച്ചെടുത്ത് വറുത്ത കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബോൾസ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റാതെ വരും. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കാം. ലഡു ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അല്പം നെയ്യ് നമ്മുടെ കയ്യിൽ തേച്ച് കൊടുക്കണം. എന്നെങ്കിലേ കയ്യിൽ ഇത് ഒട്ടി പിടിക്കാതെ നല്ല ഷേപ്പിലുള്ള ബോൾസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ എടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഉരുട്ടി കൊടുക്കുക. പിന്നെ 2 കൈയും ചേർത്ത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ബോൾസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വറുത്ത് ചേർത്ത കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും എല്ലാം ഉണ്ട്. ഇനി നമ്മൾ മുഴുവനായിട്ടിട്ട് വറുത്തെടുത്ത ആ കശുവണ്ടി ഇതിലോട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 1-2 നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ വറുത്തെടുത്ത കശുവണ്ടി. ഇനി അടുത്ത ബോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നെയ്യ് തേച്ച് കൊടുക്കാം. നമ്മുടെ ബനാന ലഡു എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളുണ്ടാക്കിയ ബനാന ലഡു കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഭംഗിയും കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഷുഗറിലോ അല്ലെന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങയിലോ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.